ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഈ അടുത്ത കാലത്ത് വായിച്ച കൃതികളിൽ മനസ്സിനെ ഏറെ സ്വാധീനിച്ച ഒരു കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. കിഴക്കൻ ബംഗാളിലെ ഒരു അഭയാർത്ഥി കുടുംബത്തിലെ അംഗമാണ് തപോമയിയുടെ അച്ഛനായ ഗോപാൽ ബറുവ. ഒരു കഥ പറച്ചലിൻ്റെ രീതിയാണ് ഈ കൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആഖ്യാതാവ് തപോമയിയെ പരിചയപ്പെടുന്നു. അത് അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഗോപാൽ ബറുവയിലേക്ക് ആഖ്യാതാവിനെ എത്തിക്കുന്നു. കുറേ അഭയാർത്ഥികളിലൂടെയും അവരുടെ വിചിത്രമായ അനുഭവങ്ങളിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നീട് അത് ഒരു നിഗൂഢ ലിപിയിലേക്കും ആ നിഗൂഢ ലിപിയുടെ വേദനാജനകമായ ഉത്തരത്തിലേക്കും കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് എഴുത്തുകാരൻ അവലംബിച്ചിരിക്കുന്നത്. അത്രയേറെ സങ്കീർണമാണ് ഓരോ മനുഷ്യജീവിതവും. ആ സങ്കീർണതകളിലൂടെയും ദുരൂഹതകളിലൂടെയുമാണ് കഥ പറഞ്ഞു പോകുന്നത്. അഭയാർത്ഥി ക്യാമ്പാണ് നോവലിൻ്റെ ആഖ്യാന ഭൂമിക. ഒരു വാഗ്ദത്ത ഭൂമി സ്വപ്നം കാണുന്ന അഭയാർത്ഥികളുടെയും മനസ്സിൻ്റെ കെട്ടുപാടുകളാൽ അഭയാർത്ഥി ജീവിതം നയിക്കേണ്ടി വരുന്നവരുടെയും കഥയാണ് തപോമയിയുടെ അച്ഛൻ. വളരെ തീക്ഷ്ണമായി, യാതൊരു മേമ്പൊടിയും ചേർക്കാതെ, അനാവശ്യ വാചകങ്ങളില്ലാതെ വളരെ ഹൃദയസ്പർശിയായാണ് എഴുത്തുകാരൻ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്.